വയനാടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇപ്പോൾ ഈ മുഴക്കവും ശബ്ദവും അനുഭവപ്പെട്ടതായാണ് പറയുന്നത്. നമ്മുടെ പല പ്രേക്ഷകരും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിലമ്പൂർ ഭാഗത്തും ചെറുതായി ഒരു ഭൂമി കുലുക്കം പോലെ തോന്നിയെന്ന് ചില പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒരുപക്ഷെ അതിന്റെ വിവരങ്ങൾ കൂടി എടുക്കേണ്ടതാണ്. സുൽത്താൻ ബത്തേരിയിലും ഈ ശബ്ദം കേട്ടുവെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പം വിശ്വനാഥൻ ഉണ്ട്, അദ്ദേഹം പ്രദേശവാസിയാണ്. വിശ്വനാഥൻ, എവിടെയാണ് വീട്? എവിടെയാണ്? ഹലോ, കേൾക്കാമോ? താങ്കളുടെ വീട് എവിടെയാണ്? മുട്ടിൽ, കൽപ്പറ്റ മുട്ടിൽ. കൽപ്പറ്റയിലാണ്? കൽപ്പറ്റ മുട്ടിൽ, മുട്ടിൽ എന്ന് പറയും. മുട്ടിൽ, ശരി. താങ്കൾ ഈ ശബ്ദം കേട്ടിരുന്നോ? കേട്ടിരുന്നു. എന്താ തോന്നിയത് അപ്പം? അപ്പൊ നമുക്കൊരു ഇടി മുട്ടും പോലെ സംഭവം അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സെറ്റിൽ നമ്മളെ കഴുത്തൊന്ന് ആടും പോലെ തോന്നി. നമ്മുടെ കഴുത്തൊന്നും ഇങ്ങനെ ആടുന്ന പോലെ തോന്നി. ഞാൻ എന്നിട്ട് തൊട്ടടുത്ത വീട്ടുകളിലെല്ലാം പോയി ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അനുഭവം? ആദ്യം അവർ പറഞ്ഞാൽ ഒരു ഇടി മുട്ടീന്ന് പറഞ്ഞു എല്ലാരും. അതുപോലെയാ തോന്നിയത് ജനങ്ങൾക്ക് അധികം. ഞാൻ എന്നിട്ട് അവരെയൊക്കെ ഒന്ന് പോയി അടുത്ത വീട്ടിലൊക്കെ പോയി സംസാരിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ അനുഭവപ്പെട്ടോന്ന് വെച്ചിട്ട്. അന്നേരം അവര് പറഞ്ഞു, നമ്മൾ ഇടിമുട്ടും പോലെ കേട്ടതാണ് വിശ്വട്ടാ, മറ്റേ അങ്ങനെ അനുഭവപ്പെട്ടില്ല. ആണോ? ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ, തൊട്ടടുത്ത വീടുകളിലെല്ലാം പോയിട്ട്. എത്ര നേരം ഉണ്ടായിരുന്നു ഈ ഒരു ശബ്ദം? ജസ്റ്റ് നമ്മുടെ ആ ഒരു മിനിറ്റ് സമയം. ഒരു മിനിറ്റ് സമയം. ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് അത് അനുഭവപ്പെട്ടത്. സെയിം സമയത്തല്ലേ? സെയിം സമയത്ത്. ഈ പറയുന്ന ഇത് ഇപ്പൊ ഈ മുട്ടിൽ ഈ അമ്പലവയൽ എത്ര ദൂരം ഉണ്ടാവും? ഏകദേശം ഒരു കിലോമീറ്റർ? അമ്പലവയൽ 10-30 കിലോമീറ്റർ ഉണ്ട്. ഇത് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. കൽപ്പറ്റ ടൗണിൽ നിന്ന് ഒരു 6-8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം കൽപ്പറ്റ സ്റ്റേഷനിൽ ഒരു 5 കിലോമീറ്റർ താഴെ ഉള്ളൂ ഈ ഏരിയയിലേക്ക്. അത് ശരി. അപ്പം 30 കിലോമീറ്റർ ഉണ്ട് നെന്മേനി ഭാഗത്തേക്കൊക്കെ അല്ലേ? 35-40 കിലോമീറ്റർ ഉണ്ട് നെന്മേനിക്കൊക്കെ ഇവിടുന്ന്. എന്നിട്ട് നല്ല ശബ്ദം ഇവിടെ ഈ പറയുന്ന ഈ മുട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ശരി. ഓക്കെ, വളരെയധികം നന്ദി വിശ്വേട്ട സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം ഒക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട് അത് വളരെ പ്രധാനമാണ്. അതാണ് ഏറ്റവും ഇപ്പം, അതായത് വയനാടിന് ഒരു ഭാഗത്ത് മാത്രമല്ല, വ്യാപകമായി വയനാട് ജില്ലയിൽ വ്യാപകമായി തന്നെ ഈ ഒരു ശബ്ദം കേട്ടു, ഈ ഒരു മുഴക്കം കേട്ടു എന്നാണ് നമുക്കിപ്പം ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം, അതായത് ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ട ഭാഗം നെന്മേനി പഞ്ചായത്താണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള അമ്പലവയലുണ്ട്. പക്ഷെ അവിടെ മാത്രമല്ല, ഈ കുറിച്ചിർമല ഭാഗത്തുമൊക്കെ ഈ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. പിണങ്ങോട്, മൂരിക്കാപ്പ്, അമ്പുകുത്തിമല, എടക്കൽ ഭാഗങ്ങളിലും വയനാട് നെന്മേനിയിൽ, പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ ഭാഗങ്ങളിലും ഇപ്പം മുട്ടിൽ എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഈ പറയുന്ന നെന്മേനിയിൽ നിന്ന് 35 മുതൽ 40 കിലോമീറ്റർ വരെ അകലെയാണ്. അവിടെ വരെ ഈ ശബ്ദം കേട്ടു, ഒരു ചെറിയ വിറയൽ അനുഭവപ്പെട്ടു എന്ന് ആളുകൾ പറയുകയാണ്.